സംവിധായകൻ വി കെ പ്രകാശിനെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കും. ഇതിനായി കൊല്ലം പള്ളിത്തോട്ടം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. കൊല്ലത്ത് സ്വകാര്യ ഹോട്ടലിൽ വച്ച് പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, വിവരങ്ങൾ എന്താണ്? 2022 ഏപ്രിൽ 4-ാം തീയതിയാണ് ഈ സംഭവത്തിന് ആസ്പദമായി എന്ന് പറയുന്ന ഇപ്പോൾ യുവ ഗതാഗതം കൂടിയായിട്ടുള്ള യുവതി പരാതി നൽകിയിരുന്നത്. തന്റെ കഥ പറയാനായി ഫോണിൽ വിളിച്ചപ്പോൾ കൊല്ലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ താൻ കൊല്ലത്ത് ചെന്നപ്പോൾ 2 മുറി ബുക്ക് ചെയ്തിരുന്നു. തന്റെ മുറിയിലേക്ക് വരാൻ നിർദ്ദേശിച്ചു. മുറിയിൽ ചെന്നപ്പോൾ മദ്യം ഓഫർ ചെയ്തു. അതിനുശേഷം കഥ പറയാൻ തുടങ്ങിയപ്പോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞ് തന്നെ അതിന് ശ്രമിക്കുകയും തന്നെ അവിടെ വെച്ച് പീഡിപ്പിക്കാനും ശ്രമിച്ചു എന്ന് കാട്ടിയാണ് യുവതി DGPക്ക് പരാതി നൽകിയത്. ഇപ്പോൾ ഇത് കൊല്ലത്ത് സംഭവം നടന്നതുകൊണ്ട് യുവതി കൊച്ചി സ്വദേശിനിയാണെങ്കിൽ പോലും കൊല്ലത്താണ് സംഭവം നടന്നു എന്നുള്ളത് കൊണ്ടാണ് കൊല്ലം പള്ളിത്തോട്ടം പോലീസിന്റെ പരിധിയിൽ ഇത് കേസ് വരികയും ഇപ്പോൾ പള്ളിത്തോട്ടം പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുവതിക്ക് രഹസ്യമൊഴി നൽകുന്നതിന് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതേസമയം വി കെ പ്രകാശ് മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അതിൽ വി കെ പ്രകാശ് ആരോപിക്കുന്നത് ഒരു ഹണി ട്രാപ്പാണ്, തന്നെ കൊടുക്കാൻ ശ്രമിച്ചതാണ്, അതിന്റെ തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് കാട്ടിയാണ് വി കെ പ്രകാശ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി രാജ്കുമാർ. സംവിധായകൻ വി കെ പ്രകാശിനെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കൊല്ലം പള്ളിത്തോട്ടം പോലീസ് ഇപ്പോൾ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടു.